കഴിഞ്ഞ ദിവസം ഇനി പരിചയമുള്ള ഒരാൾ പുള്ളിയുടെ മോളുമായിട്ട് ഓപ്പിൽ വരണ്ടായി. എന്നോട് പറഞ്ഞു, ഡോക്ടർ മോള് ഈടെയായിട്ട് ഭയങ്കര ദേഷ്യവും വാശിയെല്ലാം കാണിക്കാണ്, ദേഷ്യം പിടിച്ച് സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, അതുപോലെ തന്നെ പഠനത്തിലൊന്നും പഴയ പോലെ ഒരു ഉഷാറില്ല, എന്താണെന്നറിയില്ല. പിന്നെ മുമ്പ് അവൾ ബെഡിൽ യൂറിൻ പാസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്ര കാലമായിട്ട് ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് എന്നുള്ള ഒരു അന്വേഷണം എന്നെ ചെന്നെത്തിച്ചത് ഈ കുട്ടിക്ക് ഒരു അനിയത്തിക്കുട്ടി ജനിച്ചതിന് ശേഷമാണ് കുട്ടി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ദേഷ്യവും വാശിയെല്ലാം കാണിക്കാൻ തുടങ്ങിയതെന്നുള്ളതാണ്. ഞാൻ ഈ മോളെ അടുത്ത് വിളിച്ചു. മോളോട് സ്കൂളിലെ വിശേഷങ്ങളും മറ്റൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മോളോട് ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു ഫാമിലി ട്രീ വരയ്ക്കെന്ന് പറഞ്ഞു. അതായത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ഫാമിലി ട്രീ വരയ്ക്കാൻ പറഞ്ഞു. മോളെ ഫാമിലി ട്രീ വരച്ചു. അവൾ വരച്ച ആ ഫാമിലി ട്രീയിൽ 3 പേരുണ്ടായിരുന്നുള്ളൂ, അച്ഛനും അമ്മയും പിന്നെ ഒരു കുട്ടിയും. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ നീ ആയിരിക്കൂലേ അച്ഛനും അമ്മയും നിങ്ങൾ 3 പേരുടെ മാത്രം വരച്ചുള്ളല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി എന്നോട് പറഞ്ഞു, അല്ല ഇത് അച്ഛനും അമ്മയും അനിയത്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചു, അപ്പൊ മോളെ എവിടെയെന്ന് ചോദിച്ചു. ആ സമയത്ത് മോള് പറഞ്ഞത്, ഇവർക്ക് ആർക്കും എന്നോട് എന്നെ ഇഷ്ടമല്ല, എല്ലാവർക്കും അനിയത്തി അവളെ മതി, എല്ലാവരും അവള് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, എന്നോട് എപ്പോഴും ദേഷ്യമാണ് എല്ലാവരും, എന്നെ അടിക്കെല്ലാം ചെയ്യും, എന്താണെന്നറിയില്ല, ഇന്ന അവർക്ക് ആർക്കും ഇഷ്ടമല്ല. ഈ ഒരു അവസ്ഥയാണ് സിബ്ലിംഗ് റൈവൽറി അല്ലെങ്കിൽ സിബ്ലിംഗ് ജെലസി എന്ന് പറയും. ഇവിടെ കൃത്യമായ ശ്രദ്ധ വേണ്ടത് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിക്ക് അതുവരെ നൽകിയിരുന്ന പരിഗണന അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഇളയ കുട്ടിയെ പരിഗണിക്കാൻ കഴിയണം. ഈ ഇളയ കുട്ടി വരുന്നത് വരെ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടിയിരുന്നത് മൂത്ത കുട്ടിക്കായിരുന്നു. എസ്പെഷ്യലി അമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും വീട്ടുകാരുടെ എല്ലാവരുടെയും പരിഗണന ലഭിച്ചിരുന്നത് ഈ മൂത്ത കുട്ടിക്കായിരുന്നു. പെട്ടെന്ന് ഇത് അവൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് ഒരു പക്ഷേ ഈ ഇളയ കുട്ടിയോട് അവൾക്കൊരു ദേഷ്യം ഉണ്ടാക്കുന്നു. ഈ ഒരു നഷ്ടപ്പെട്ട അറ്റൻഷൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ അമിതമായി ദേഷ്യപ്പെടുന്നതും ഈ സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നതും വാശി കാണിക്കുന്നതും അവളുടെ ഈ ബെഡ് വെറ്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം. പ്രായവ്യത്യാസം അധികമില്ലാത്ത കുട്ടികളിലും അതുപോലെ തന്നെ സെയിം ജെൻഡർ ആയിട്ടുള്ള കുട്ടികളിലുമാണ് സിബ്ലിംഗ് റൈവൽറി കൂടുതലായി കാണപ്പെടുന്നത്. ഇവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഈ 4 or 5 വയസ്സ് ആകുന്നത് വരെ ഈ മൂത്ത കുട്ടി ഒറ്റക്കായിരുന്നു. അവൾക്ക് അന്ന് നിങ്ങൾ നൽകിയിരുന്ന ആ പരിഗണന, അവൾക്ക് ആ ക്വാളിറ്റി ടൈം വീണ്ടും അത് അതുപോലെ തന്നെ നിലനിർത്താൻ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു ബാലൻസിങ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികളെ പരസ്പരം കമ്പയർ ചെയ്യാതിരിക്കുക. ഒരു പക്ഷേ ഇത് കുട്ടികളിൽ വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരായി കണ്ടുകൊണ്ട് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക. ഈ വീട്ടിൽ നിന്ന് കിട്ടേണ്ട പരിഗണന മറ്റെവിടെ നിന്നല്ല ലഭിക്കേണ്ടത്. വല്യച്ഛനിൽ നിന്നോ വല്യമ്മയിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ അല്ല. ഏതൊരു കുട്ടിയുടെയും ഹീറോ അവർക്ക് എല്ലാത്തിലും വലുത് അവരുടെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും തന്നെയാണ്. അവരുടെ സ്നേഹവും പരിഗണനയും കരുതലും തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഹാപ്പി പാരന്റിങ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു വെരി മച്ച്.